പത്തനംതിട്ടയിൽ മുഖം മൂടി ധരിച്ചെത്തിയ 5 അംഗ സംഘം വീട് ആക്രമിച്ചു. അക്രമികൾ വീടിന്റെ ചില്ല് അടിച്ചു തകർക്കുകയും മുറ്റത്തും പോർച്ചിലുമായി നിർത്തിയിട്ട കാറിന്റെ ചില്ലുകളും തകർത്തു. മെഴുവേലി ആലക്കോട് സ്വദേശിയായ മേഴ്സി ജോണിന്റെ വീടാണ് ആക്രമിച്ചത്. പ്രവീൺ പുരുഷോത്തമൻ നൽകും വിവരങ്ങൾ. പ്രവീൺ, ഒരു വയോധികയുടെ വീടാണ് ഇത്തരത്തിൽ ആക്രമിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, കാർ ഉൾപ്പെടെ അടിച്ച് തകർത്തിരിക്കുകയാണ്. എന്താണ് പ്രകോപനം? ആരാണ് അക്രമികൾ? വിനിത, അക്രമികളെ ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. പത്തനംതിട്ട മെഴുവേലിക്ക് സമീപം ആലക്കോട് എന്ന സ്ഥലത്ത് 74 വയസ്സുള്ള മേഴ്സി ജോണിന്റെ വീടിന് നേരെയാണ് 5 അംഗ മുഖംമൂടി സംഘം ആക്രമണം നടത്തിയത്. ഈ ആക്രമണം നടത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ CCTV ദൃശ്യങ്ങളിൽ കൃത്യമായും 5 പേർ മുഖംമൂടി ധരിച്ച് ഈ വീടിന്റെ മുറ്റത്തേക്ക് വരുന്നതും കാറുകൾ തല്ലി തകർക്കുന്നതും കൃത്യമായി കാണാം. അതിനുശേഷം ഈ CCTV ക്യാമറകൾ പലയിടങ്ങളിലായി സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറകൾ ഈ അക്രമികൾ തകർത്തിട്ടുണ്ട്. മേഴ്സി ജോൺ ഇലവുംതിട്ട പോലീസ് സ്റ്റേഷനിൽ വിഷയത്തിൽ പരാതി നൽകി. പോലീസ് അല്പസമയം മുമ്പ് ഇവിടെ വന്ന് വിശദമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഈ പ്രതികൾ ആരാണെന്നോ എന്താണ് ഈ ആക്രമണത്തിന് പ്രകോപനമെന്നോ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ മേഴ്സി തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ഇത് എന്താണ് സംഭവിച്ചത്? നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഞങ്ങൾക്ക് സംശയമുള്ളത് ഞങ്ങളുടെ എതിർഭാഗം ബന്ധുക്കളായ അവര് ഞങ്ങളുമായിട്ട് വിരോധത്തിലാണ്. വഴിത്തർക്കവും വസ്തുതർക്കവും അങ്ങനെയൊക്കെ വിരോധത്തിലാണ്. അപ്പോൾ വേറെ ആരും ഞങ്ങൾക്ക് ഈ നാട്ടിൽ ശത്രുക്കളായിട്ടില്ല. ഇത് നിങ്ങൾ രാത്രി 2:15 കൂടിയാണല്ലോ സംഭവിച്ചത്. ഗ്ലാസ് എല്ലാം തല്ലി പൊട്ടിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് ഞങ്ങൾ എഴുന്നേറ്റ് നോക്കിയുടനെ പിന്നെ ക്യാമറ നോക്കിയപ്പോൾ എല്ലാം ക്യാമറ നോട്ട് ഫങ്ഷൻ വർക്ക് ചെയ്യുന്നില്ല. ഉടനെ തന്നെ മോൻ എന്നെ വിളിച്ചു. അപ്പോഴത്തേനും ഞാൻ കണ്ടു. ഉടനെ പോലീസിനെ വിളിച്ച് പറഞ്ഞു ഞങ്ങളെ ആക്രമിക്കാനായിട്ട്, അതായത് വീടാക്രമണത്തിന് വേണ്ടി മനഃപൂർവ്വമാണ് മുഖം മൂടിക്കൊണ്ട് അക്രമികൾ വന്ന് ജനൽ തട്ടി പൊട്ടിച്ചതും എല്ലാം. അപ്പോൾ ശബ്ദം കേൾക്കുമ്പോൾ ഞങ്ങൾ ചാടി വെളിയിൽ ഇറങ്ങിയിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ മരണം തന്നെ സംഭവിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയില്ല. ഞാൻ പോലീസിനെ വിളിച്ചു. പോലീസ് വന്ന സമയത്താണ് വെളിയിൽ ഇറങ്ങിയത്. ഞങ്ങൾ വെളിയിലോട്ട് നോക്കുമ്പോൾ അപ്പുറത്തെ വീട്ടുകാരെല്ലാം വെളിയിൽ ഇറങ്ങി നിൽപ്പുണ്ട്. മറ്റ് അക്രമികളെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ആരാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. വിനീത, ഏതായാലും ഈ ഒരു വിഷയം സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പരാതി ഇലവുംതിട്ട പോലീസ് സ്റ്റേഷനിൽ വീട്ടമ്മ നൽകിയിട്ടുണ്ട്. അവർക്ക് വീട്ടിൽ കുടുംബസമേതം താമസിക്കുമ്പോൾ ഇത്തരത്തിൽ മുഖംമൂടി ധരിച്ചെത്തിയ ആക്രമണകാരികൾ ഇത്തരത്തിൽ ആക്രമണം നടത്തിയത് അവരുടെ ജീവന് ഭീഷണിയാണെന്നാണ് വിനീത ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ കൃത്യമായിട്ടുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. പോലീസ് ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അവർ കൃത്യമായും തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇതാണ് മുറ്റത്ത് കിടന്ന മറ്റൊരു കാറ്. ഈ കാറിന്റെയും പുറകുവശത്തെ ചില്ലുകൾ തല്ലി തകർത്തിട്ടുണ്ട്. CCTV ക്യാമറയിൽ ഈ കാറിന്റെ ചില്ലുകൾ ഒരു അക്രമി കൃത്യമായും ഒരു ആയുധം ഉപയോഗിച്ച് തകർക്കുന്നത് ആ ദൃശ്യത്തിലുണ്ട്. പക്ഷേ അതിനുശേഷമുള്ള ദൃശ്യങ്ങൾ ലഭ്യമല്ല. കാരണം ഈ CCTV ക്യാമറകളെല്ലാം തകർത്തിട്ടുണ്ട് ഈ ആക്രമികൾ. ഏതായാലും വീട്ടുകാർ ഇപ്പോൾ വളരെ ഭയത്തോടു കൂടിയാണ് കഴിയുന്നത്. എത്രയും വേഗം തന്നെ ഈ മുഖംമൂടി ധരിച്ചെത്തിയ ആക്രമണകാരികളെ പിടികൂടണമെന്നാണ് ഇപ്പോൾ ഗൃഹനാഥയുടെ ആവശ്യം. വിനീത, ശരി. എന്തായാലും ആലക്കോട് സ്വദേശി മേഴ്സി ജോണിന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കാറുകൾ ഉൾപ്പെടെ തല്ലി തകർത്തിട്ടുണ്ട്. ചിലരെ ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് തന്നെയാണ് മേഴ്സി റിപ്പോർട്ടിനോട് പറയുകയും ചെയ്തത്. പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുകയും ചെയ്യുന്നു.